ഇവർ ഈ കള്ള പത്തേമാരികളിൽ പോകുന്ന ആളുകൾ എന്ത് ചെയ്യും? അവർക്ക് ചരക്കിന്റെ കടലാസ് മാത്രമേ ഉള്ളൂ. അപ്പോ ഏകദേശം കര കാണാനാവുന്നതോടുകൂടെ തന്നെ തോണിക്കാർ ഇവരോട് വഞ്ചിക്കാർ എന്ത് പറയും? ചാടിക്കോ. ഈ കള്ളത്തേമാരികളിലും മറ്റും പോയവർ ചാടി. ആ ചാടിയാൽ എത്രയോ ആളുകൾ മരിച്ചു, കടൽ ജീവികൾ പിടിച്ചു. ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ആപത്ത് വന്നത്. എന്നാലും ഒരാളാണ് തയ്യാറാകുകയാണ്. എന്തിന്? ഒരാളാണ് സമർപ്പിച്ച് ഓൻ മരിച്ചാലെങ്കിൽ കുടുംബം രക്ഷപ്പെടും. അങ്ങനത്തെ മനുഷ്യന്മാരാണ്. ഒരു നിലക്കൊരു ശുഹദാക്കളാണ്. ഈ ഗൾഫിന്റെ ആദ്യ കാലത്ത് ഗൾഫുകാർ ശുഹദാക്കളാ, അത് ഷഹീദായവരാ. ചിലർ പോയിട്ട് മടങ്ങി വന്നില്ല. അതായത് ശൈത്യമുള്ള വെള്ളത്തിലേക്ക് ചാടുന്ന നട്ടപ്പാതിരക്ക്. കത്തില്ല അവിടെ. അങ്ങനെ കത്തിന്റെ സംവിധാനം അന്ന് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഒന്ന്. രണ്ട്, ഒരു ഉദാഹരണം പറയാം, ദുബായ് സിറ്റിയിലോ ഒക്കെ കത്തിന്റെ സംവിധാനം ഉണ്ടായേക്കാം, ജിദ്ദയിൽ ഉണ്ടായേക്കാം. അവിടേക്കൊന്നും ഇവരെത്തിയില്ല. അവർ എവിടെയാണോ നീന്തിക്കറിയാം അതിന്റെ പരിസരത്ത് അറബികളെ വീടുകളിൽ ജോലി ചെയ്തു. പുറത്തിറങ്ങിയ പോലീസ് പിടിക്കും. ചില അർബാബുകൾ ഇവരോട് മനുഷ്യത്വരഹിതമായി പെരുമാറി. എന്തുകൊണ്ട്? മനസ്സിലായി? എന്തുകൊണ്ട്? ഇവർക്ക് ആവശ്യമായ യാത്രാ രേഖകളോ ഇവിടെ താമസിക്കാനുള്ള രേഖകളോ ഇവരുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് കൊല്ലക്കണക്കിന് പണിയെടുപ്പിച്ചിട്ട് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാത്ത എത്രയോ കള്ളന്മാരായ അറബികൾ പറ്റിച്ചു.